Hi friends, welcome back Mano handwork design. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റീരിയർ വർക്ക് നമുക്ക് എങ്ങനെ ഒരു പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് നമ്മളിത്. ഇത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ വീഡിയോയിൽ ആദ്യം കണ്ടതുപോലെ ഓൺലൈൻ പർച്ചേസ് ചെയ്ത ആ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് 2 കോട്ട് തിക്ക് ഗോൾഡ് അപ്ലൈ ചെയ്യുക. 2 കോട്ട് അതിന്മേലാണ് നമ്മൾ ബാക്കിയുള്ള ടേപ്പ് ഒട്ടിക്കുന്നതായാലും ടേപ്പ് റിമൂവ് ചെയ്യുന്നതെല്ലാം കാണിക്കുന്നത്. ആ തിക്ക് ഗോൾഡ് 2 കോട്ട് മസ്റ്റായിട്ടും അടിക്കുക. നമ്മളിപ്പോൾ അരയിഞ്ചിൻ്റെ മാസ്കിൻ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മളത് നേരത്തെ മാർക്ക് ചെയ്ത ഭാഗത്ത് ആ ഗോൾഡ് അടിച്ചാലും നമുക്കത് ആ മാർക്കിങ് കാണാൻ പറ്റും. ആ മാർക്കിങ് കാണുന്നതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ ആ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്യുക. ന്യൂസ് പേപ്പർ ഒട്ടിക്കാൻ പറയുന്നത് നമ്മൾ ടേബിൾ മാറ്റ് കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ ഇതിൻ്റെ ഉള്ളിലും കയറി നിൽക്കും. പിന്നെ അത് നമ്മൾ വീണ്ടും കവർ ചെയ്യാൻ നടക്കണം, അല്ലെങ്കിൽ ചിരണ്ടി കളയാൻ നടക്കണം. ന്യൂസ് പേപ്പർ ആകുമ്പോൾ നമുക്ക് ഇളക്കി കളയാം. ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെൻസിലിൻ്റെ കട്ടിങ് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ചെയ്തത്. അപ്പം നമ്മൾ സ്മൂത്ത് പുട്ടി ഉപയോഗിച്ചാണ്. സ്മൂത്ത് പുട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൽ തിക്കായിട്ട് നമ്മൾ ഇടുമ്പം ഇതിന് വെയിറ്റ് കൂടും. ഈ ടേബിൾ മാറ്റിന് വെയിറ്റ് കൂടും. അതുകൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ ടേപ്പ് ഒട്ടിക്കുമ്പം ഫുള്ള് വലിച്ചിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ 2 പേര് ഇന്ന് പിടിച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ രീതി ചെയ്യാം. സ്മൂത്ത് പുട്ടി കൊണ്ടേ നമുക്കിത് പറ്റത്തുള്ളൂ. വാൾപുട്ടി ഒരിക്കലും ഉപയോഗിക്കല്. അപ്പോൾ നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ അവിടെ ഒരു ന്യൂസ് പേപ്പർ ഒട്ടിച്ചെന്ന് പറഞ്ഞില്ല. ആ ന്യൂസ് പേപ്പർ നമ്മൾ ഇളക്കി കളഞ്ഞിട്ട് അവിടെ നമ്മൾ സ്റ്റെൻസിൽ ചെയ്യാൻ വേണ്ടി ഒരു തിക്കായിട്ട് നമ്മൾ പുട്ടി ഒന്ന് വലിച്ച് ജസ്റ്റ് ആ പുട്ടി സ്മൂത്ത് പുട്ടി കൊണ്ട് തന്നെ നമ്മൾ തിക്കായിട്ടൊന്ന് വലിച്ച് ഇടുക. എല്ലാ കോളത്തിലും നമ്മൾ സ്റ്റെൻസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയറായിട്ട് മൊത്തത്തിലത് ഒരു പാറ്റേൺ വരുന്നുണ്ട്. അതായത് നല്ല ഫിനിഷിംഗ് ആയിട്ടൊന്നും വേണമെന്നില്ല. നമ്മൾ ചെറിയ ഒരു ഞരമ്പ് പോലത്തെ ഒരു ലൈനൊക്കെ വന്നാലും ഒരു കുഴപ്പമില്ല. അതായത് സ്റ്റെൻസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കളർ വാഷിങ് വരുമ്പോഴത്തേക്ക് അതൊരു വേറൊരു ഫീലിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന സ്റ്റെൻസിലാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. സ്റ്റെൻസിൽ വേണേൽ വിപണിയിൽ മേടിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല രീതിയിൽ മേടിക്കാൻ കിട്ടും. നമുക്കന്നേരം നമ്മുടെ അളവിന് ഉള്ളത് തന്നെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഞാൻ കുറച്ച് വെട്ടിയെടുത്ത് എൻ്റെ എക്സ്ട്രാ ഫിലിമിൽ ഞാൻ തന്നെ വെട്ടി വെച്ചത് കൊണ്ടാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നെ നൈഫ് മേടിക്കാൻ കിട്ടും. നമുക്ക് തന്നെ വെട്ടി എടുത്ത് ചെയ്യാവുന്നതുമാണ്. കഴിവുള്ളവർക്ക് ചെയ്യാൻ, ഇല്ലാത്തവർക്ക് പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയ സ്റ്റെൻസിലുകൾ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് അത്ര സെൻറ്റിമീറ്റർ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാം. അല്ലാത്തവർക്ക് എക്സ്ട്രാ ഫിലിമിൽ സ്വന്തമായിട്ട് വെട്ടി നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ അകത്ത് ചെറിയൊരു നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചതുപോലെ ഉണ്ട്. പിന്നെ എല്ലാം ഞാൻ എക്സ്ട്രാ ഫിലിമിൽ വെട്ടിയതും കൂടാണ്.
ഇത് നമ്മൾ ആ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആ ഒരു ബോക്സ് വെക്കാൻ വേണ്ടി നമ്മൾ ഡ്രില്ല് ചെയ്ത് നമ്മൾ തന്നെ ഒരു മെഷീൻ നമുക്ക് ആവശ്യമുള്ള രീതിയിലൊരു അളവും അതിൻ്റെ അകത്ത് അളവുണ്ട്, അളവ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയൊരു മെഷീൻ എടുത്തിട്ട് ഡ്രില്ല് ചെയ്ത് അതിൻ്റെ ഹോളിട്ട് നമ്മൾ ആ സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് എമർഷനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ പേപ്പർ പിടിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ട് വെക്കുമ്പോൾ അതിലകത്തൊരു ഡസ്റ്റായിട്ട് അത് ഭയങ്കര ചെറിയ ചെറിയ നമ്മുടെ സ്റ്റെൻസിലിൻ്റെ പാടുള്ളത് കൊണ്ട് അതിനകത്തെല്ലാം ഡസ്റ്റ് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും, പെട്ടെന്ന് പോകില്ല. ഇതാകുമ്പോൾ നമ്മൾ പേപ്പർ പിടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്നിച്ച് ആ ഡസ്റ്റെല്ലാം പോയി നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ അടിക്കുന്നത് വെതർ കോട്ട് ഗ്ലോ ആണ്, വൈറ്റ് എമർഷനാണ് അടിക്കുന്നത്. അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അത് 2 കോട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. വെതർ കോട്ട് വൈറ്റ് വെതർ കോട്ടോ ഈസി ക്ലീനോ ഏത് വേണമെങ്കിലും അടിക്കാം. ഞാൻ വെതർ കോട്ടാണ് അടിച്ചത്, വൈറ്റ്. ഓരോ കളത്തിലും നമ്മൾ ഡിഫറെൻറ്റ് കളർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ബ്ലാക്ക് എമർഷനാണ് അടിക്കുന്നത്. ചില ഭാഗങ്ങളിൽ നമ്മൾ ബ്ലാക്കും ചില ഭാഗത്ത് വേറിട്ട കളറും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് അടിക്കുന്നു. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്ത കളറാണ്. യെല്ലോ, റെഡ്, ബ്ലാക്ക് ഈ 3 സ്റ്റൈനർ വൈറ്റ് പെയിൻറ്റിലോട്ട്, അതായത് വെതർ കോട്ടിൻ്റെ വൈറ്റിലോട്ട് സ്റ്റൈനർ ആഡ് ചെയ്തപ്പോഴാണ് ഈ കളറ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻഡിഗോ മെറ്റാലിക് ബ്രൗൺ. ഈ ഇൻഡിഗോ മെറ്റാലിക് ബ്രൗണാണ് നമ്മളിനി ഒരു 2-3 കളത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് സിൽവറാണ്. സിൽവറിൽ അല്പം ബ്ലാക്ക് ഒഴിക്കുമ്പോൾ പേളിലേക്ക് മാറും. പേൾ സിൽവർ, അതായത് പേൾ സിൽവർ ഇച്ചിരൂടെ ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരും. നല്ല പെർഫെക്റ്റ് ആയിരിക്കും അത് കാണാനായിട്ട്. നമ്മുടെ സാധാ സിൽവറിനെക്കാട്ടി ഇച്ചിരൂടെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അല്പം ബ്ലാക്ക് ഒഴിച്ച് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പം ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ എല്ലായിടത്തും ചെന്നിട്ട് നല്ല അതായത് ബ്രഷിൻ്റെ വരയോ കരയോ ഒന്നും വീഴാതെ ഭംഗിയായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് ഒരു പ്രീമിയം ലുക്കിൽ, അതായത് ഒരു പ്രത്യേക ഫീലാണത്. ലൈറ്റ് വീണ് കഴിയുമ്പം വേറിട്ടൊരു കാഴ്ചപ്പാടാണത് ചെയ്ത് കഴിയുമ്പം. അപ്പോൾ നിങ്ങളും അത് ശ്രമിക്കുക. ആ സിൽവർ തന്നെയാണ് നമ്മൾ ആ ബ്ലാക്ക് ഒരു കോളത്തിലടിച്ചില്ലേ, ആ കോളത്തിലടിച്ച എല്ലായിടും നമ്മൾ ആ സിൽവർ തന്നെയാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ആ സ്റ്റെൻസിലും മൊത്തത്തിലൊരു ഫീൽ കിട്ടാൻ സിൽവർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, അതിൻ്റെ ഈ ഒരു ഫീൽ കിട്ടും ആ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പം പേൾ സിൽവർ
അല്പം ബ്ലാക്ക് ഒഴിക്കുമ്പം ഈ ഒരു ഫീലിലേക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഗോൾഡും അപ്ലൈ ചെയ്തുകൊണ്ട് ഗോൾഡും ആ സ്റ്റെൻസിൽ ചെയ്ത ഭാഗത്ത് ബ്രഷ് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട്, അതായത് നമ്മൾ ഈ സിൽവർ വാഷ് ചെയ്തപ്പോൾ ഈ ഗോൾഡിലോട്ട് ആദ്യം ചെയ്ത ഗോൾഡിലോട്ട് അല്പം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് മൊത്തം അടിച്ച് ആ ലൈൻസ് ഇതാക്കി കളയണ്ട. ജസ്റ്റ് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനൊരു ഫീലിങ്ങിലേക്ക് എത്തും. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അടിച്ച് വരുമ്പോഴത്തേക്ക് വേറെ രീതിയിലായി മാറും. ഇതിപ്പോൾ ആണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഈ ഒരു ബോക്സാണ്. 6 ബോക്സാണ്, ചെറുതും അതിൻ്റെ വലുത് ഏറ്റവും വലുത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് അതേ സ്ക്രൂ ചെയ്ത് വെച്ചെടുത്ത് നമ്മളത് ഫിറ്റ് ചെയ്തതാണ്. ഓരോ സാധനവും അതിൻ്റെ ഓർഡർ അനുസരിച്ച്, അപ്പം ഓറഞ്ച് ആണെങ്കിൽ ഒരിടത്ത്, ബ്രൗൺ ആണെങ്കിൽ വേറൊരു എടുത്ത്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആണി അടിച്ച് വെച്ച ആണിയല്ല സ്ക്രൂ ചെയ്ത് വെച്ച ഭാഗത്ത് നമ്മൾ അത് ക്ലിയർ ചെയ്ത് പോകുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ടോയ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും വെക്കാം. നമ്മൾ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെക്കും. അതിൽ ഉൾക്കൊള്ളുന്ന ഏതാണോ അതിൽ വെക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് സ്ക്രൂ ചെയ്തിട്ട് വേണം ഇത്രയൊക്കെ ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് നേരം ചെയ്ത് മാറാൻ പറ്റിയ മാർക്ക് ചെയ്തിട്ട് വേണം. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന നമ്മുടെ സഹോദരി ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതിനകത്ത് വെക്കുമ്പോൾ ഒരു വേറൊരു ഫീൽഡിലേക്ക് കടക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ബോട്ടിൽ ആർട്ടും അതിനകത്ത് ഉൾപ്പെടുത്തിയത്. പിന്നെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽഡിലേക്ക് കണ്ടില്ലേ, ആ ബോട്ടിൽ ആർട്ടെല്ലാം അവിടെ വന്നപ്പോഴത്തേക്ക് വേറൊരു ഫീൽഡിലേക്ക് കടന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെറിയ ഓരോ സാധനങ്ങൾ വെക്കാം. ഇപ്പോൾ നമ്മളവിടെ വെക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു പർച്ചേസ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചപ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാമോ, അപ്പോൾ ഒരു ഡിസൈൻ വേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ആ ഡിസൈൻ. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.